Hi dear students, welcome back to Professional Business Skills. Professional Business Skillsൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് മൊഡ്യൂളിൻ്റെ അവസാനത്തെ കുറച്ച് ടോപ്പിക്കുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ഡാറ്റ സയൻറ്റിസ്റ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബിഗ് ഡാറ്റ അനാലിസിസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഡാറ്റ സയൻറ്റിസ്റ്റ് ഈസ് എൻ എക്സ്പേർട്ട് ഡാറ്റ അനലിസ്റ്റ്. ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ അനലിസ്റ്റിൻ്റെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഡാറ്റ സയൻറ്റിസ്റ്റ് ആർ analytical experts who utilize their skills in both technology and social science to find trends and manage data to solve complex problems in business. ബിസിനസ്സിലെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകളെ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ബിസിനസ്സിലെ അല്ലെങ്കിൽ മാർക്കറ്റിലെ ട്രെൻഡുകളെ മനസ്സിലാക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെക്നോളജിയിലും സോഷ്യൽ സയൻസിലും സ്കിൽസുള്ള ആ സ്കിൽസുകൾ ഉപയോഗിക്കാൻ കഴിവുള്ള എക്സ്പേർട്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ സയൻറ്റിസ്റ്റുകൾ ഓർഗനൈസേഷനിൽ ചെയ്യുന്ന എന്താണ്, നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ, വലിയ ഡാറ്റകൾ, ബിഗ് ഡാറ്റകളെ മാനേജ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മാർക്കറ്റിലെ ട്രെൻഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ടെക്നോളജിയും സോഷ്യൽ സയൻസും എല്ലാം അവർ ഉപയോഗിക്കുന്നു. അതായത് സോഷ്യൽ സയൻസിലും ടെക്നോളജിയിലും ഒക്കെ അവർക്ക് സ്കിൽസും നോളജും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പേർട്സുകളെയാണ്, അനലിറ്റിക്കൽ എക്സ്പേർട്സുകളെയാണ് നമ്മൾ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ദേ ആർ experts in big data analysis. They make use of latest technologies in analyzing data and to find solutions to business problems. അവരെന്ത് ചെയ്യുന്നു, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് അനാലിസിസ് നടത്തുന്നത്. അതിലൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണാൻ അവർക്ക് സാധിക്കുന്നു. They possess knowledge of mathematics, statistics, computer science, machine learning, algorithms and programming etc. സോ അവർക്ക് ഒരുപാട് സ്കിൽസും ഒരുപാട് നോളജും ഉണ്ട്. മാത്തമാറ്റിക്സിൽ, സ്റ്റാറ്റിസ്റ്റിക്സിൽ, കമ്പ്യൂട്ടർ സയൻസിൽ, മെഷീൻ ലേണിംഗിൽ, അൽഗോരിതംസിൽ, അതുപോലെ തന്നെ പ്രോഗ്രാമിങ്ങിൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയകളിൽ അവർക്ക് സ്കിൽസും നോളജുകളും ഉണ്ടായിരിക്കും. ആ സ്കിൽസും നോളജും ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ബിസിനസ്സിൻ്റെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണുന്നത്. The next role of data scientist in business and society. ബിസിനസ്സിലും സൊസൈറ്റിയിലും എന്ത് റോളാണ് ഡാറ്റ സയൻറ്റിസ്റ്റുകൾക്ക് ഉള്ളത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പറയുന്നത് എംപവർ മാനേജ്മെൻറ്റ് ടു ടേക്ക് സൗണ്ട് ഡിസിഷൻസ്. നല്ല എഫക്റ്റീവായിട്ടുള്ള സൗണ്ടായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ മാനേജ്മെൻറ്റിന് ഒരു പവർ നൽകുന്ന ഒന്നാണ് ഈ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ സയൻറ്റിസ്റ്റുകൾ നല്ല ഡിസിഷൻസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റിംഗ് ആക്ഷൻസ് ബേസ്ഡ് ഓൺ ട്രെൻഡ്സുകളെ അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആ ട്രെൻഡുകൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബേസിൽ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. സെർച്ച് ഫോർ ന്യൂ ഡാറ്റ സോഴ്സസ് ആൻഡ് അസസ് ദെയർ ആക്യുറസി. പുതിയ ഡാറ്റ സോഴ്സുകൾ, എവിടെ നിന്നാണ് നമുക്ക് പുതിയ ഡാറ്റകൾ കിട്ടുക, ആ സോഴ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡാറ്റ സയൻറ്റിസ്റ്റുകൾക്ക് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ആക്യുറസി അസസ് ചെയ്യാനും എത്രമാത്രം ആക്യുറസി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു റോളായിട്ട് പറയുന്നത് ചലഞ്ചിങ് ദ സ്റ്റാഫ് ടു അഡോപ്റ്റ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഡാറ്റ അനാലിസിസിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസുകളെ അഡോപ്റ്റ് ചെയ്യാൻ നമ്മുടെ ഓർഗനൈസേഷനിലെ സ്റ്റാഫുകൾക്ക്, എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു, അവരൊരു ചലഞ്ചായിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസുകളാണ് നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഈ ഡാറ്റ സയൻറ്റിസ്റ്റിലൂടെ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ഫെമിലറൈസ് എംപ്ലോയീസ് ടു യൂസ് അനലിറ്റിക്സ് സിസ്റ്റം. പുതിയ അനലിറ്റിക്സ് സിസ്റ്റംസ്, അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഈ അനലിറ്റിക്സ് സിസ്റ്റംസ് ഉപയോഗിക്കാൻ എംപ്ലോയീസിനെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റുകളുടെ റോളാണ്. അതുപോലെ തന്നെ റെക്കമെൻഡ് ആക്ഷൻസ് ടു ഇംപ്രൂവ് പെർഫോമൻസ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സജഷൻസ് അവരെന്ത് ചെയ്യുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളതും അവരുടെ ഒരു റോളാണ്. അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിഫൈനിങ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ ടേസ്റ്റും പ്രിഫറൻസുകളൊക്കെ മനസ്സിലാക്കാനും ഡാറ്റ സയൻറ്റിസ്റ്റുകൾക്ക് സാധിക്കുന്നു. റിക്രൂട്ടിംഗ് ദി റൈറ്റ് ടാലൻറ്റ് ഫോർ ദി ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള റൈറ്റ് പേഴ്സൺസിനെ റിക്രൂട്ട് ചെയ്യാൻ, റൈറ്റ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനും ഡാറ്റ സയൻറ്റിസ്റ്റുകൾക്ക് സാധിക്കുന്നു. ദെൻ ടെസ്റ്റിംഗ് ദി ഡിസിഷൻസ്. നമ്മുടെ ഓർഗനൈസേഷനിൽ എടുക്കുന്ന ഡിസിഷൻസിനെ ടെസ്റ്റ് ചെയ്യുന്നു. അത് ഫെയിൽ ആകുമോ അതോ സക്സസ് ആകുമോ, എത്രമാത്രം സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് വിത്ത് ക്വാണ്ടിഫയബിൾ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഡിസിഷൻ മേക്കിംഗ് ആണും എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ സയൻറ്റിസ്റ്റുകൾക്ക് വലിയൊരു റോളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള റോളുകളാണ് നമ്മുടെ ഓർഗനൈസേഷനിലും ബിസിനസ്സിലും അതുപോലെ തന്നെ സൊസൈറ്റിയിലും ഒക്കെ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റിനുള്ളത്. ഓക്കെ,
Then next, artificial intelligence. Artificial intelligence is the ability of a machine or computer to perform those tasks which needs human intelligence. ഹ്യൂമൻ ഇൻ്റലിജൻസ് ആവശ്യമുള്ള ടാസ്കുകൾക്ക് കമ്പ്യൂട്ടറുകളും മെഷീൻസും ഉപയോഗിച്ചിട്ട് ആ ടാസ്കുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെഷീൻ. ഒരു മെഷീൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ എബിലിറ്റിയാണ് എന്തിനു വേണ്ടിയിട്ട്? ടു പെർഫോം ദോസ് ടാസ്ക് വിച്ച് നീഡ്സ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. ഹ്യൂമൻ ഇൻ്റലിജൻസ് ആവശ്യമുള്ള ചില വർക്കുകൾ ചെയ്യാൻ ചില കമ്പ്യൂട്ടറുകൾക്കും ചില മെഷീൻസിനുമുള്ള കഴിവിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ഫോർ മെഷീൻസ്. ഇറ്റ് ഈസ് നോട്ട് എ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ബട്ട് സെർവ് ആസ് എ സപ്പോർട്ടിംഗ് ടൂൾ. ഇതൊരിക്കലും നമുക്ക് ഹ്യൂമൻ ഇൻ്റലിജൻസിന് റീപ്ലേസ് ചെയ്യുന്ന ഒരു ഇൻ്റലിജൻസ് ആയിട്ട് നമുക്ക് ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കാണാൻ കഴിയില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിംഗ് ടൂളായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കാവുന്ന. ദെൻ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ കമ്പ്യൂട്ടേഴ്സ് ടു ലേൺ ഫ്രം എക്സ്പീരിയൻസസ്, അഡ്ജസ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻസ് ആൻഡ് പെർഫോം ഹ്യൂമൻ ലൈക്ക് ടാസ്ക്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറുകളെ ഇത്തരത്തിലുള്ള ഒരു എബിലിറ്റി ഉള്ള ഒരു പിന്നെ ടെക്നോളജി ആക്കിയിട്ട് മാറ്റുകയാണ്. എങ്ങനെയാണ് അത് മാറ്റുന്നത്? ഫ്രം എക്സ്പീരിയൻസസ്, അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവർ ലേൺ ചെയ്തിട്ട് ഇത്തരത്തിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ്റലിജൻസിലൂടെ മാത്രം ചെയ്യാൻ പറ്റുന്ന ചില ടാസ്കുകളെ ഇത്തരത്തിൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് സെൽഫ് ഡ്രൈവിംഗ് കാർസ്, അല്ല പുതിയ രീതിയിൽ വരുന്ന സെൽഫ് ഡ്രൈവിംഗ് കാർസ്. ആക്ച്വലി ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻ്റലിജൻസ് ആവശ്യമുള്ള ഒരു ടാസ്ക്കാണ്. എന്നാൽ എന്ത് ചെയ്യുന്നു? അതിപ്പോൾ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടു കൂടിയിട്ട് മെഷീൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെസ് പ്ലേയിങ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഗെയിം പ്ലേയിങ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഗെയിം പ്ലേ ചെയ്യുന്നു, ചെസ് പ്ലേ ചെയ്യുന്നു പറഞ്ഞാൽ അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല, അവിടെ ഹ്യൂമൻ ഇൻ്റലിജൻസ് ആണ് ആവശ്യമുള്ളത്. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നു? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് മെഷീൻസ് അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻ AI. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഓർ റോബോട്ട് കേപ്പബിൾ ടു ആക്ട് ഇൻ്റലിജൻ്റ്ലി ഓൺ ബിഹാഫ് ഓഫ് എ യൂസർ. ഒരു യൂസർക്ക് പകരമായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു റോബോട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെയോ കപ്പാസിറ്റിയാണ്, കേപ്പബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആവാം അല്ലെങ്കിൽ ഒരു റോബോട്ട് ആവാം. അത്തരത്തിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്കും റോബോട്ടുകൾക്കും എന്ത് കപ്പാസിറ്റി ഉണ്ട്? അവർക്ക് ഇൻ്റലിജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഈസ് എ റോബോട്ട് ഓർ പ്രോഗ്രാം വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദാറ്റ് ക്യാൻ മേക്ക് ഡിസിഷൻ ഓർ പെർഫോം എ സർവീസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്, യൂസർ ഇൻപുട്സ് ആൻഡ് അവൈലബിൾ ഇൻഫർമേഷൻ. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് റൺ ചെയ്യുന്ന ഒരു റോബോട്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിനും ആ റോബോട്ടുകൾക്കും എന്ത് സാധിക്കും? അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള സർവീസുകൾ നൽകാൻ കപ്പാസിറ്റി ഉണ്ട്. എക്സ്പീരിയൻസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഈ യൂസർ നൽകുന്ന ഇൻപുട്ടിൻ്റെ ബേസിൽ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിൽ അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള പ്രോഗ്രാമുകളെ, റോബോട്ടുകളെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്നത്. ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഗൂഗിൾ അസിസ്റ്റൻറ്റ്. അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്. ഒരു വിർച്വൽ അസിസ്റ്റൻ്റ് ആണ് ഓഫ് ഗൂഗിൾ വിച്ച് പ്രൊവൈഡ് വോയിസ് സെർച്ച്, വോയിസ് ആക്റ്റീവ്ഡ് ഡിവൈസ് കൺട്രോൾ. അത് നമ്മൾ ചോദിക്കുന്നത് ചോദ്യം മനസ്സിലാക്കിയിട്ട് വോയിസ് റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് റിപ്ലൈ ചെയ്യുന്നു. ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസും സജഷൻസും എല്ലാം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതൊരു ഇൻ്റലിജൻറ്റ് ഏജൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ചാറ്റ് ബോട്ട്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാവുന്നതാണ്. ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് വിച്ച് ആക്ട് ആസ് എ കസ്റ്റമർ എക്സിക്യൂട്ടീവ് ടു പ്രൊവൈഡ് ടെക്സ്റ്റ് ആൻഡ് വോയിസ് സപ്പോർട്ട്. അതിന് 24 മണിക്കൂറും ഒരുപക്ഷേ കസ്റ്റമർ എക്സിക്യൂട്ടീവിൽ ആളുകൾ എംപ്ലോയീസ് ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഒരു ഇൻ്റലിജൻറ്റ് ഏജൻ്റാണ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ചാറ്റിലൂടെയും അതുപോലെ തന്നെ ടെക്സ്റ്റുകളിലൂടെയും വോയിസിലൂടെയൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുന്ന ഒന്നാമത്തെ പ്രോഗ്രാമാണ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഏജൻറ്റുകൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ,
Then the characteristics of an agent can be broken down into 3 main dimensions. പ്രധാനമായിട്ട് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഏജൻറ്റിനെ കുറിച്ച്, ഒരു ഏജൻറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്ന് ഏജൻസിയാണ്, മറ്റൊന്ന് ഇൻ്റലിജൻസ് ആണ്, ദെൻ മൊബിലിറ്റി ആണ്. ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻസ് ആണ്, ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ്. എത്രമാത്രം ഏജൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്, മറ്റുള്ള യൂസേഴ്സുമായി ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റുള്ള ടെക്നോളജികളിൽ നിന്നും എന്താ പറയുക ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞാലും എത്രമാത്രം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ഒരു ഏജൻറ്റിന് വർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ആണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ലേൺഡ് ബിഹേവിയർ ഓർ പോസിബിൾ റീസണിങ് കപ്പാസിറ്റി ദാറ്റ് ആൻ ഏജൻറ്റ് മേ പ്രൊസസ്. ഒരു ഏജൻറ്റിന് എത്രമാത്രം ഇൻ്റലിജൻസ് ഉണ്ട്, എത്രമാത്രം ബുദ്ധി ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഇൻ്റലിജൻസ് എന്നുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം ആ ഒരു ഏജൻറ്റ് എക്സ്പീരിയൻസിൽ നിന്നും ലേൺ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ബിഹേവിയർ ലേൺ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണാൻ കഴിയും, എത്രമാത്രം ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇൻ്റലിജൻസ് എന്നുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏജൻസി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഇൻഡിപെൻഡൻ്റ് ആണ്, ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ലേൺഡ് ബിഹേവിയർ, എത്രമാത്രം ബിഹേവിയർ ലേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ an agent can be static and reside on the client computer to manage and gather information on that one machine. A more mobile agent may be composed on one computer at this client or server end and then sent to another to gather data. It then return the data to the client. അതായത് മൊബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രമാത്രം മൊബൈലാണ്, മീൻസ് എത്രമാത്രം അത് മൂവബിൾ ആണ് എന്നുള്ളതാണ്. അതായത് ഒരു ക്ലയൻറ്റിൽ നിന്നും ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഗ്യാദർ ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ എത്രമാത്രം കഴിവ് ആ ഒരു ഏജൻറ്റിന് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഏജൻറ്റാണ് ഗൂഗിളിൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അസിസ്റ്റൻറ്റിന്, ആ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് മനസ്സിലാക്കിയിട്ട് അത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റു സെർവറുകളിൽ കണക്ട് ചെയ്തിട്ടോ അവിടുന്ന് നമ്മുടെ പ്രോബ്ലംസിന്, നമ്മുടെ ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്താൻ എത്രമാത്രം കഴിവുണ്ട് എന്നുള്ളതാണ് മൊബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രമാത്രം മൊബൈലാണ്, മീൻസ് എത്രമാത്രം മൂവബിൾ ആണ്, എത്രമാത്രം ട്രാൻസ്ഫറബിൾ ആണ് ഈ ഏജൻറ്റ് എന്നുള്ളതാണ് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഏജൻസി, ഇൻ്റലിജൻസ്, മൊബിലിറ്റി, ഈ 3 ഡയമെൻഷൻസ് ആണ് ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻസ്. ഇൻ്റലിജൻറ്റ് ഏജൻസിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഒന്ന് പറയുന്നത് മൊബിലിറ്റി തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മൊബൈലാണ്, അത് മീൻസ് മൂവബിൾ ആണ്, എത്രമാത്രം ട്രാൻസ്ഫറബിൾ ആണ് എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡ് ആണ്, പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക, പർട്ടിക്കുലർ ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കും ഓരോ ഇൻ്റലിജൻറ്റ് ഏജൻസികളും വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്, മറ്റുള്ള ടെക്നോളജികളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ ഇരിക്കാൻ എത്രമാത്രം കഴിയും അല്ലെങ്കിൽ എത്രമാത്രം കഴിവുണ്ട് എന്നുള്ളതാണ് ഇൻഡിപെൻഡൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റലിജൻ്റ് ആണ്, മീൻസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണുന്നത്, ഡിസിഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ റെഡ്യൂസസ് നെറ്റ് ട്രാഫിക്, മറ്റുള്ള ഡിവൈസുകളുമായി കണക്ട് ചെയ്യാൻ, മറ്റുള്ള ഡിവൈസുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും ഇൻ്റലിജൻറ്റ് ഏജൻസിന് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കഴിയുമെന്നുള്ളതാണ് റെഡ്യൂസസ് നെറ്റ് ട്രാഫിക് എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടാസ്ക്, ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇൻ്റലിജൻറ്റ് ഏജൻസിന് സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു ഫീച്ചറായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഏജൻസ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇൻ്റലിജൻറ്റ് ഏജൻസും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് നൗ വൈഡ്ലി യൂസ്ഡ് ഇൻ ബിസിനസ് ടു മേക്ക് ദ ജോബ് സ്മാർട്ടർ ആൻഡ് ഫാസ്റ്റർ. ഇപ്പം വളരെ വൈഡായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട് ബിസിനസ്സിൽ. നമ്മുടെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ്, ബിസിനസ്സിൻ്റെ ടാസ്കുകൾ വളരെ സ്മാർട്ടായിട്ടും വളരെ ഫാസ്റ്റായിട്ടും ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദി ഫോളോയിങ് പർപ്പസ് ഇൻ ബിസിനസ്. പ്രധാനമായിട്ടും ഇനി പറയാൻ പോകുന്ന പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നത്. ഒന്ന് പറയുന്ന ഓട്ടോമേറ്റിംഗ് ബിസിനസ് പ്രോസസ്സ്, ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഫങ്ഷൻസ് ഓട്ടോമേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പോൾ നമുക്കറിയാം വലിയ ഓർഗനൈസേഷനിൽ, വലിയ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ പ്രൊഡക്ഷൻ എന്തായാലും ഓട്ടോമാറ്റിക്കാണ് അല്ലേ, എല്ലാം ഓട്ടോമാറ്റിക്കാണ്. അവിടെ ഇൻഗ്രീഡിയൻസ് എന്താ പറയുക കളക്ട് ചെയ്യുന്നതും അത് മിക്സ് ചെയ്യുന്നതും അത് പാക്ക് ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യാൻ എല്ലാം ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഗെയിനിങ് ഇൻസൈറ്റ് ത്രൂ ഡാറ്റ അനാലിസിസ്, ഡാറ്റ അനാലിസിസിലൂടെ പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഉള്ളിലേക്ക്, അതിനെ ഇൻസൈറ്റിലേക്ക് പോയിട്ട് ഡാറ്റ അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിചയപ്പെട്ടിട്ടുള്ള ടൂൾസുകളെല്ലാം പറയുന്നത്, സോഫ്റ്റ്വെയറുകളെല്ലാം, അതിലെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാറ്റ അനാലിസിസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പർപ്പസ്, മീൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസായിട്ട് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് എൻഗേജിങ് വിത്ത് കസ്റ്റമർ ആൻഡ് എംപ്ലോയീസ്. കസ്റ്റമേഴ്സുമായി
കസ്റ്റമേഴ്സുമായിട്ട് എൻഗേജ് ചെയ്യുക, കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, എംപ്ലോയീസുമായിട്ട് എൻഗേജ് ചെയ്യുക, എംപ്ലോയീസുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ യൂസ് ഇൻ ഇലക്ട്രോണിക് കൊമേഴ്സ്. ഈ കൊമേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ ഇൻ്റലിജൻറ്റ് ഏജൻസും. അപ്പോൾ എന്തിനാണ് ഈ കൊമേഴ്സ് നമുക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇൻ്റലിജൻറ്റ് ഏജൻസ് ഇൻ ഈ കൊമേഴ്സിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ഐഡൻറ്റിഫിക്കേഷനാണ്. നമ്മുടെ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ആരാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആവശ്യക്കാരെന്ന് വെച്ചാൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇൻ്റലിജൻറ്റ് ഏജൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് സോഫ്റ്റ്വെയറുകളും റോബോട്ട്സുകളും പ്രോഗ്രാംസും ഉപയോഗിച്ചിട്ടാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ ആരാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബയ്യേഴ്സ്, പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആളുകൾ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രോക്കറിംഗ് ആണ്. എന്താണ് ബ്രോക്കറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന, അതായത് ബയ്യേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ടീമിനെയാണ് നമ്മൾ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്രോക്കറിംഗ് ആയിട്ട് ഇൻ്റലിജൻറ്റ് ഏജൻസ് നിൽക്കുന്നുണ്ട്. ഒരു ബ്രോക്കേഴ്സ് ആയിട്ട്, ഒരു ഇടനിലക്കാരനായിട്ട് ആര് നിൽക്കുന്നുണ്ട്, ഇൻ്റലിജൻറ്റ് ഏജൻസുകൾ ഈ കൊമേഴ്സിൽ നിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ആരാണ് നമ്മുടെ ബയ്യേഴ്സ്, ആരാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആവശ്യക്കാരെന്ന് വെച്ചാൽ അവരെയും നമ്മയും നമ്മുടെ ഓർഗനൈസേഷനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഒന്നായിട്ട് ഇൻ്റലിജൻറ്റ് ഏജൻസുകൾ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് നെഗോഷിയേഷനാണ്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സെറ്റിൽമെൻ്റ് ആണ്. ഒന്നുകിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നിശ്ചിതമായിട്ടുള്ളൊരു എമൗണ്ട് നെഗോഷിയേഷനായിട്ട് കിട്ടേണ്ടതുണ്ട്, ഒരു പ്രൈസ് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബയ്യേഴ്സിന് ഒരു പ്രൊഡക്റ്റ് അവിടെ നെഗോഷിയേഷനായിട്ട് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഈ നെഗോഷിയേഷൻ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിന് ആര് നിൽക്കുന്നുണ്ട്, ഇൻ്റലിജൻറ്റ് ഏജൻസ് നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് നെഗോഷിയേഷൻ വരുന്നത്. കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തു, അവരുടെയും നമ്മുടെയും ഇടയിലുള്ള ഒരു ബ്രോക്കറായിട്ട് നിൽക്കുന്നു, അതായത് ഒരു ഇടനിലക്കാരൻ മിഡിൽ മാൻ ആയിട്ട് നിന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് അവർക്ക് നൽകുകയാണ്. അപ്പോൾ നമുക്ക് നെഗോഷിയേഷനായിട്ട് ഒരു പ്രൈസ്, ഒരു എമൗണ്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട്. ആ ഒരു പ്രൈസ് നൽകുമ്പോൾ അവർക്ക് നെഗോഷിയേഷനായിട്ട് ഒരു പ്രൊഡക്റ്റോ സർവീസോ അവരിലേക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നിലവിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റലിജൻറ്റ് ഏജൻസ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ആൻഡ് ഡെലിവറി, പ്രൊഡക്റ്റിൻ്റെ പേയ്മെൻറ്റും ഡെലിവറിയും ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റലിജൻറ്റ് ഏജൻസ് നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിഡിൽ മാൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റലിജൻറ്റ് ഏജൻസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സർവീസ് ആൻഡ് ഇവാലുവേഷൻ, കൃത്യമായിട്ടുള്ള ആഫ്റ്റർ സെയിൽ സർവീസുകൾ നൽകുന്നതിനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കോ കളക്ട് ചെയ്യുന്നതിനും ഇൻ്റലിജൻറ്റ് ഏജൻസുകൾ ഇന്ന് ഇലക്ട്രോണിക് കൊമേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആകെ തുക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് ഈ കൊമേഴ്സിലൂടെ, അതായത് പിന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? അതായത് ഒരു സജഷനായിട്ട് നമുക്കിങ്ങനെ കൊണ്ടുവരും. നമ്മുടെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ ആ കമ്പ്യൂട്ടർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ആ സെർവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇൻ്റലിജൻറ്റ് ഏജൻസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ സോഫ്റ്റ്വെയർ അവിടെ ഒരു ഇൻ്റലിജൻറ്റ് ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ടേസ്റ്റും പ്രിഫറൻസും മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റുകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്, അതേ സ്പോട്ടിൽ ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ കമ്പനിയുടെ ആമസോണിൻ്റെയോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെയോ ഓഫീസുകളിലേക്ക്, മീൻസ് അവരുടെ ആ ഒരു സെർവറിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ബേസിലാണ്. അപ്പോൾ ആക്ച്വലി അവിടെ നടക്കുന്നത് എന്താണ്, ഐഡൻറ്റിഫിക്കേഷനാണ്. അവരുടെ പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമർ നമ്മളാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അതുപോലത്തെ നമ്മുടെയും അവരുടെയും ഇടയിലുള്ള ഒരു ബ്രോക്കറായിട്ട് മാറുകയാണ്. നമ്മുടെയും അവരുടെയും ഇടയിലുള്ള നെഗോഷിയേഷൻ പിന്നെ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടനിലക്കാരനായിട്ട് വരികയാണ്. അതുപോലെ തന്നെ പേയ്മെൻറ്റ്, നമ്മളൊരു ബുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, മെസ്സേജ് വരുന്നു. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ആരാണ് സെൻഡ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു എംപ്ലോയി അവിടെ ഇരുന്നിട്ട് നമുക്ക് സെൻഡ് ചെയ്യുകയാണോ? അല്ല, അത് കമ്പ്യൂട്ടറാണ് സെൻഡ് ചെയ്യുന്നത്. മീൻസ് അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റും ഇൻ്റലിജൻറ്റ് ഏജൻസും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള. പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മെസ്സേജ് നമ്മളിലേക്ക് എത്തുന്നു, കൃത്യമായിട്ട് മെസ്സേജ് കമ്പനിയിൽ എത്തുന്നു. അതെല്ലാം ഇൻ്റലിജൻറ്റ് ഏജൻസ് ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള സർവീസും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്, അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. സോ ഈ കൊമേഴ്സിൽ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇൻ്റലിജൻറ്റ് ഏജൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻസ് ടു ബയ്യേഴ്സ്. ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ബെനിഫിറ്റാണ് ഇൻ്റലിജൻറ്റ് ഏജൻസിലൂടെ കിട്ടുന്നത് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് പറയുന്നത് ഈസി ഷോപ്പിംഗ്. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളെ നമ്മുടെ ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ച് നമ്മുടെ മുമ്പിലേക്ക് ലിസ്റ്റ് ചെയ്ത് തരാൻ ഈ ഇൻ്റലിജൻറ്റ് ഏജൻസിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റോഴ്സ് ആൻഡ് ബ്രാൻഡ്സ്. നമ്മുടെ സ്റ്റോറുകളെ, നമ്മുടെ ബ്രാൻഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇൻ്റലിജൻറ്റ് ഏജൻസിലൂടെ സാധിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ, പ്രൊഡക്റ്റുകളെ കമ്പയർ ചെയ്യാൻ, ഏത് ബെറ്റർ,
ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇൻ്റലിജൻറ്റ് ഏജൻസിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഇൻ്റലിജൻസ് ഏജൻസിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു പർച്ചേസിങ്ങിലൂടെ, വെബ് ഷോപ്പിങ്ങിലൂടെ നമുക്ക് നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ, ഏറ്റവും മിനിമം കോസ്റ്റിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളെ കണ്ടുപിടിക്കാൻ നമുക്ക് ഇൻ്റലിജൻറ്റ് ഏജൻസിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആക്ട് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ സെല്ലറുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇൻ്റലിജൻറ്റ് ഏജൻസി വരുന്നത്, അല്ലേ? നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി സെല്ലർ നമ്മളുടെ ഡയറക്റ്റ് അല്ലല്ലോ സെല്ല് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് അവിടെ ഒരു മിഡിൽ മാൻ ആയിട്ട് നിൽക്കുകയും അത് സെല്ലറുടെ ഭാഗത്ത് സെല്ലറുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വരികയും നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളും അതിൻ്റെ ഇൻഫർമേഷൻസും സ്പോട്ടിൽ എത്തിച്ചു തരികയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് കസ്റ്റമേഴ്സുമായിട്ട് അല്ലെങ്കിൽ സെല്ലറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനും ഇൻ്റലിജൻറ്റ് ഏജൻസിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻസ്. ഇൻ്റലിജൻറ്റ് ഏജൻസിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സ്റ്റീലിംഗ് ഡാറ്റ ആൻഡ് ഇല്ലീഗൽ ആക്സസ്. സ്റ്റീലിംഗ് ഡാറ്റ മീൻസ് നമ്മുടെയൊക്കെ ഡാറ്റകൾ സ്റ്റീൽ ചെയ്യാൻ, മീൻസ് മോഷ്ടിക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്, അല്ലെ? നമ്മുടെയൊക്കെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ നമ്മൾ അറിയാതെ എന്ത് ചെയ്യണം, നമ്മുടെ ഡാറ്റകൾ അവർ സ്റ്റോർ ചെയ്യുകയാണ്, മീൻസ് അവർ മോഷ്ടിക്കുകയാണ്. അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്സസ് നമ്മുടെയൊക്കെ ആ ഒരു ടേസ്റ്റിലേക്കും നമ്മുടെയൊക്കെ പ്രിഫറൻസിലേക്കും നമ്മുടെയൊക്കെ സെർച്ചിങ്ങിലേക്കും വരുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ ഫ്രീ യൂസ് ഓഫ് റിസോഴ്സസ്, ഡിഫറൻ്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നുണ്ട്. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പം അത്തരത്തിലുള്ള റിസോഴ്സുകളിലും ഒരു സ്റ്റീലിംഗ്, ഒരു മോഷണം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് പ്രോഗ്രാം എക്സിക്യൂഷൻ, ട്രോജൻ ഹോഴ്സ് പോലെയുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറുകൾക്കും നമ്മുടെയൊക്കെ ഇൻ്റർനെറ്റിനൊക്കെ ഹാംഫുള്ളായിട്ടുള്ള ചില പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റലിജൻറ്റ് ഏജൻസികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ സ്ട്രിപ്പിംഗ് ഓർ ആൾട്രേഷൻ ബൈ സെർവർ. വെബ് ഏജൻസികളുടെയൊക്കെ ഡാറ്റകൾ സ്ട്രിപ്പ് ചെയ്യാൻ, വെബ് ഏജൻസികളുടെയൊക്കെ ഡാറ്റയിൽ ആൾട്രേഷൻ വരുത്താനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്, ഇൻ്റലിജൻറ്റ് ഏജൻസികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റയിൽ ഉണ്ടാകുന്ന ഒരു തിരുത്തലുകൾ എവിടെ സാധ്യമാണ്, ഇൻ്റലിജൻറ്റ് ഏജൻസിലൂടെ സാധ്യമാണ്. അതൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസൈറ്റ്ഫുൾ ഏജൻറ്റ് ബിഹേവിയർ. ഏജൻസികൾ ഒരുപക്ഷെ കസ്റ്റമേഴ്സിനെ മിസ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയകളിലേക്ക് ലീഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും എത്തിപ്പെടാൻ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ ആവശ്യമില്ലാത്ത ചില സൈറ്റുകളിലേക്കോ അല്ലെങ്കിൽ ചില ഏരിയകളിലേക്കോ ഒക്കെ നമ്മളെ എത്തിക്കാൻ ഈ ഒരു ഇൻ്റലിജൻറ്റ് ഏജൻസികൾ സാധിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ആണ് ഇൻ്റലിജൻറ്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്ന്, ഡാറ്റ മോഷ്ടിക്കുന്നുണ്ട്, റിസോഴ്സുകൾ മോഷ്ടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡാറ്റയിലേക്ക് ആൾട്രേഷൻ വരുത്താനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഇൻ്റലിജൻറ്റ് ഏജൻസികൾക്ക് പറയാനുണ്ട്. നെക്സ്റ്റ്, എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻ ഇൻ ബിസിനസ് അനലിറ്റിക്സ്. ബിസിനസ് അനലിറ്റിക്കിൽ എത്തിക്കലായിട്ടുള്ള ലീഗലായിട്ടുള്ള ചില കൺസിഡറേഷൻസ് ആവശ്യമാണ്. അപ്പോൾ അത് എന്ത് എന്നുള്ളതാണ്. ബിസിനസ് ഓർഗനൈസേഷൻ ദാറ്റ് മേക്ക് യൂസ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ് മസ്റ്റ് അഡ്രസ് ദ എത്തിക്കൽ യൂസ് ഓഫ് ഡാറ്റ. തീർച്ചയായിട്ടും ബിസിനസ് ഡാറ്റ ഡാറ്റ അനലിറ്റിക്സിൽ നമ്മളൊരു എത്തിക്കൽ യൂസ് ഓഫ് ഡാറ്റ ഫോളോ ചെയ്യേണ്ടതുണ്ട്, എത്തിക്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ദർ ഷുഡ് ബി എ കോമൺ കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ടു ബി ഫോളോഡ് ബൈ അനലിറ്റിക് പ്രൊഫഷണൽ സിമിലർ ടു ദി അതർ ഇൻഡസ്ട്രി. എല്ലാ ഇൻഡസ്ട്രിയിലും ചില കോമൺ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്, അല്ലെ? നമുക്കറിയാം ഏതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ അനലിറ്റിക് പ്രൊഫഷണൽസും ചില സ്റ്റാൻഡേർഡ്സ്, ചില കോഡ് ഓഫ് എത്തിക്സ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരുപാട് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ പല ആളുകളുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റകളാണ്, പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ്, പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ചില എത്തിക്സ്, ചില സെക്യൂരിറ്റി നമ്മൾ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഡസ്ട്രിയെ പോലെയും പ്രൊഫഷണൽ ഇൻഡസ്ട്രി, അതായത് നമ്മുടെ അനലിറ്റിക് പ്രൊഫഷണൽ ഇൻഡസ്ട്രിയിലും എന്ത് ചെയ്യേണ്ടതുണ്ട്, അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിലും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു കോമൺ കോഡ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ദീസ് സ്റ്റാൻഡേർഡ്സ് ഷുഡ് ബി ഫോർമുലേറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെലവൻറ്റ് സൈബർ ആക്ട്സ് ഓർ IT റെഗുലേഷൻ ഓഫ് ദി കൺട്രി ആൻഡ് ദ വേൾഡ്. ലോകത്തിലെയും അതുപോലെ
അതുപോലെ തന്നെ പെർട്ടിക്കുലർലി നമ്മുടെ കൺട്രി, നമ്മുടെ രാജ്യത്തെയും IT റെഗുലേഷൻ്റെയും സൈബർ ആക്ടുകളുടെയും ഒക്കെ ബേസിൽ ഇത്തരത്തിലൊരു സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ദർ ആർ എ ലോട്ട് ഓഫ് സച്ച് എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻസ് നീഡ് ടു ബി റെക്കഗ്നൈസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ബിസിനസ് അനലിറ്റിക്സ്. അതുകൊണ്ട് തന്നെ ബിസിനസ് അനലിറ്റിക്സുമായി ബന്ധപ്പെട്ട് അതുമായി കണക്ട് ചെയ്ത് വരുന്ന ഒരുപാട് ലീഗൽ കൺസിഡറേഷൻസും എത്തിക്കൽ കൺസിഡറേഷൻസും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡാറ്റയൊക്കെ വളരെ എത്തിക്സോട് കൂടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ലീഗലായിട്ടുള്ള കുറേ പ്രോബ്ലംസ് അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അത് ലീഗൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ, എത്തിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളതിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോമൺ കോഡ് ഓഫ് എത്തിക്സും ഒരു സ്റ്റാൻഡേർഡ്സും എല്ലാ അനലിറ്റിക്സ് പ്രൊഫഷണൽസും ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു എത്തിക്സ് അല്ലെങ്കിൽ ലീഗൽ കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കംപ്ലൈ വിത്ത് ലീഗൽ റിക്വയർമെൻറ്റ്സ്. ലീഗൽ റിക്വയർമെൻറ്റ്സുമായിട്ട് കംപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു കമ്പനി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, അവിടുത്തെ ആ ഒരു പെർട്ടിക്കുലർ കൺട്രിയിലെ ലീഗൽ ആയിട്ടുള്ള കാര്യം, ലോ ആയിട്ടുള്ള കാര്യങ്ങൾ, നിയമം എന്ത് അനുശാസിക്കുന്നുവോ, നിയമം എന്താണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ കമ്പനി അവിടെ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ നോംസ് ആണ്. നമ്മുടെ ഓർഗനൈസേഷൻ ഏത് കൾച്ചറൽ അല്ലെങ്കിൽ ഏത് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ കൾച്ചറും അവിടുത്തെ സോഷ്യൽ നോംസും സോഷ്യൽ റൂൾസും എന്താണോ അത് ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളതാണ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇൻവെസ്റ്റേഴ്സാണ്, ആ ഓർഗനൈസേഷൻ്റെ ഓണേഴ്സാണ്, ആ ഓർഗനൈസേഷനിലെ ഷെയർ ഹോൾഡേഴ്സാണ്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സാണ്. അപ്പോൾ ഇവരുടെയൊക്കെ താല്പര്യം എന്താണോ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ലീഗൽ കൺസിഡറേഷൻസും അതുപോലെ തന്നെ കോഡ് ഓഫ് എത്തിക്സും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. മറ്റൊന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി ആണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാധ്യത ഏറ്റെടുക്കലാണ്. നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. ആ ഡാറ്റ ഉപയോഗിച്ചിട്ട് അത് കളക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോണ്ടൻസിനോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുത്തിരിക്കണം? നമ്മുടെ ഓർഗനൈസേഷൻ ഏറ്റെടുത്തിരിക്കണം എന്നുള്ളതാണ്. ആ രീതിയിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഫോളോ ചെയ്യാൻ ആർക്ക് സാധിച്ചിരിക്കണം? ബിസിനസ് അനലിറ്റിക്സുകൾക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന് സാധിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് ഡാറ്റ പ്രൊട്ടക്ഷനാണ്. ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ആ ഡാറ്റകൾക്ക് ഫുൾ പ്രൊട്ടക്ഷൻ നമ്മൾ നൽകിയിരിക്കണം എന്നുള്ളതാണ്. ആ ഡാറ്റ ഒരിക്കലും ലീക്ക് ആവാതെ അല്ലെങ്കിൽ എന്താ പറയുക മറ്റു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ അത് ഫുള്ളി പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡ്യൂ കെയർ, അതുപോലെ തന്നെ ആ ഡാറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള കെയർ നമ്മൾ നൽകിയിരിക്കണം എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഓർഗനൈസേഷനും ഇൻഡിവിജ്വൽസിനും യൂസ്ഫുൾ ആകുന്ന ബെനഫിഷ്യൽ ആകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു പോയിന്റ് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മളിലേക്ക് നൽകുന്ന ഇൻഫർമേഷൻസ് ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. മറ്റുള്ള ഓർഗനൈസേഷൻസിനോ അല്ലെങ്കിൽ ഇതിൻ്റെ റെസ്പോണ്ടൻസിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്ന തരത്തിലോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് കിട്ടിയുള്ള ഡാറ്റകൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു എത്തിക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് ഒരു പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ചാപ്റ്റർ ഇന്നത്തോടു കൂടിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്ററുമായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.